സുധാമൂർത്തി കന്നഡ എഴുത്തുകാരിയാണ്. അവരുടെ ഒരു കഥയാണ് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ എന്നത്, ടു റീഡ് എന്നത്. എൻ്റെ മുത്തശ്ശിയെ ഞാൻ വായിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെ എന്ന്. സുധാമൂർത്തി 12 വയസ്സും മുത്തശ്ശിക്ക് 62 വയസ്സുമുള്ളപ്പോൾ നടന്ന ഒരു സംഭവമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. When I was a girl, about 12, I used to stay in a village in North Karnataka. 12 വയസ്സുള്ളപ്പോൾ നോർത്ത് കർണാടകയിലെ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ഞാൻ താമസിച്ചിരുന്നു. ഇൻ ദോസ് ഡേയ്സ് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം വാസ് നോട്ട് വെരി ഗുഡ്. അന്നത്തെ കാലത്ത് ഗതാഗത സംവിധാനം അത്ര നല്ലതായിരുന്നില്ല. സോ വി യൂസ്ഡ് ടു ഗെറ്റ് ദ മോർണിംഗ് പേപ്പർ ഒൺലി ഇൻ ദ ആഫ്റ്റർനൂൺ. അതുകൊണ്ട് രാവിലത്തെ പത്രം ഉച്ച കഴിഞ്ഞേ കിട്ടുമായിരുന്നുള്ളൂ. ദ വീക്ക്ലി മാഗസിൻ യൂസ്ഡ് ടു കം വൺ ഡേ ലേറ്റ്. ആഴ്ചപ്പതിപ്പ് ഒരു ദിവസം വൈകിയും കിട്ടും. ഓൾ ഓഫ് us വുഡ് ഈഗർലി വെയിറ്റ് ഫോർ ദ ബസ്. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ബസ്സിന് വേണ്ടി കാത്തിരുന്നു. വിച്ച് യൂസ്ഡ് ടു ബ്രിങ് ദ ന്യൂസ് പേപ്പേഴ്സ്, വീക്ക്ലി മാഗസിൻ ആൻഡ് ദ പോസ്റ്റ്. പത്രം, മാഗസിൻ, പിന്നെ തപാൽ എല്ലാം അതിലാണ് വരുന്നത്. അറ്റ് ദാറ്റ് ടൈം, അക്കാലത്ത് ത്രിവേണി വാസ് എ പോപ്പുലർ റൈറ്റർ ഇൻ ദ കന്നഡ ലാംഗ്വേജ്. കന്നഡ ഭാഷയിലെ പ്രശസ്ത എഴുത്തുകാരിയായിരുന്നു ത്രിവേണി. ഷി വാസ് എ വണ്ടർഫുൾ റൈറ്റർ. അവളൊരു നല്ല അതിശയിപ്പിക്കുന്ന എഴുത്തുകാരിയായിരുന്നു. ഹെർ സ്റ്റൈൽ വാസ് ഈസി ടു റീഡ്. നല്ല എളുപ്പത്തിൽ വായിക്കാൻ പറ്റിയ ശൈലിയിൽ നോവൽ എഴുതും. നോവൽ എഴുതിയിരുന്നത് കാശിയാത്ര എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അത് പരമ്പരയായിട്ടാണ്, സീരിയൽ ഇൻ ദ കന്നഡ വീക്ക്ലി കാർബിറ. കാർബിറ എന്ന് പറയുന്ന കന്നഡ വീക്ക്ലിയാണ്, അതിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ദ സ്റ്റോറി ഓഫ് ആൻ ഓൾഡ് ലേഡി ആൻഡ് ഹെർ ഗ്രേറ്റ് ഡിസയർ ഗോ ടു കാശി ഓർ വാരണസി. അത് ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ കഥയാണ്. കാശിയിലോ വാരണസിയിലോ പോകണം. മോസ്റ്റ് ഹിന്ദുസ് ബിലീവ് ദാറ്റ് ഗോയിങ് ടു കാശി ആൻഡ് വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര ഇസ് ദ അൾട്ടിമേറ്റ് പുണ്യ. കാശിയിൽ പോയി വിശ്വേശ്വരനെ ആരാധിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ പുണ്യമായിട്ട് ഏറ്റവും ഹിന്ദുക്കൾ കരുതിയിരുന്ന കാര്യം. ഇതായിരുന്നു നോവലിന്റെ കഥ. മൈ ഗ്രാൻഡ് മദർ കൃഷ്ടിക നെവർ വെന്റ് ടു സ്കൂൾ. എൻ്റെ മുത്തശ്ശി കൃഷ്ടിക ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. സോ ഷീ കുഡ് നോട്ട് റീഡ്. അതുകൊണ്ട് മുത്തശ്ശിക്ക് വായിക്കാൻ പറ്റില്ല. എവരി വെനസ്ഡേ ദ മാഗസിൻ വുഡ് കം. എല്ലാ ബുധനാഴ്ചയും മാഗസിൻ വരും. ആൻഡ് ഐ വുഡ് റീഡ് ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ദ സ്റ്റോറി ടു ഹെർ. കഥയുടെ അടുത്ത ഭാഗം മുത്തശ്ശിക്ക് വായിച്ചു കൊടുക്കുന്നത് ഞാനാണ്. ഡ്യൂറിങ് ദ ടൈം, ആ സമയത്ത് മുത്തശ്ശി എന്ത് ചെയ്യും? ഷീ വുഡ് ലിസൺ ടു മീ വിത്ത് ഗ്രേറ്റ് കോൺസെൻട്രേഷൻ. നല്ല കോൺസെൻട്രേഷനോടെ, ഏകാഗ്രതയോടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. ലേറ്റർ ഷീ വുഡ് റിപ്പീറ്റ് ദ എൻറ്റയർ ടെക്സ്റ്റ് ബൈ ഹെർ. പിന്നെ ആ ടെക്സ്റ്റിലെ കഥ മുഴുവനും കാണാതെ ആവർത്തിച്ചു പറയും. മൈ ഗ്രാൻഡ് മദർ നെവർ വെന്റ് ടു കാശി. ഒരിക്കലും കാശിയിൽ പോയിട്ടില്ല. സോ ഷീ ന്യൂ ഹൗ ദ നോവൽസ് പ്രൊട്ടഗണിസ്റ്റ് ഫെൽറ്റ്. അതുകൊണ്ട് നോവലിന്റെ എഴുത്തുകാരിയായ, നോവലിലെ കഥാപാത്രം, നായിക എന്താണ് കാശിയിൽ പോകാഞ്ഞതിന്റെ സങ്കടം എന്ന് മുത്തശ്ശിക്ക് ശരിക്കും മനസ്സിലായി. മുത്തശ്ശി കഥ വായിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആയിത്തീരുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഈ സീരിയലായിട്ടുള്ള കഥ, പരമ്പരയായിട്ടുള്ള കഥ മുത്തശ്ശിക്ക് വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. ആഫ്റ്റർ ഹിയറിംഗ് വാട്ട് ഹാപ്പൻഡ് നെക്സ്റ്റ് ഇൻ കാശിയാത്രയിലെ ഇനി അടുത്തത് എന്താണ് സംഭവിച്ചത് എന്ന് കേട്ടതിന് ശേഷം ഷീ വുഡ് ജോയിൻ ഹെർ ഫ്രണ്ട്സ്. മുത്തശ്ശി തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ചേരുമായിരുന്നു.